viewers, welcome back to Jalam Learning. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ അല്ലെ. ദത്തങ്ങളുടെ ശേഖരണം കഴിഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഡേറ്റനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട രണ്ട് ചോദ്യങ്ങളാണ് മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ളത് ഇൻക്ലൂസീവ് ആയിരിക്കും, അതിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റുക. അപ്പൊ നമുക്കറിയാം ഇൻക്ലൂസീവ് ആകണമെങ്കിൽ എന്താണ്, ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും നമ്മൾ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂസീവിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ആക്കുന്നത്? എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 8, ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് 7, ഡിഫറൻസ് കണ്ടുപിടിക്കുക. എത്ര കിട്ടി? 1. കിട്ടിയ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ 2 0.5. ഈ കിട്ടിയ 0.5നെ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും മൈനസ് ചെയ്യുകയും എല്ലാ അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയും വേണം. സോ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും മൈനസ് ചെയ്യുകയും എല്ലാ അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയും വേണം. അങ്ങനെ ആഡ് ചെയ്താലോ നമുക്ക് 0 ഒന്നും ചെയ്യേണ്ട, അതേപോലെ എഴുതാം. 7 + 0.5 7.5. ഇനി 7.5 to 14.5. ഇനി 14.5 മൈനസ് ആണേ 21.5. ഇനി 22 മൈനസ് ചെയ്യണം. അപ്പൊ 21.5 അല്ലേ ആണ്. 21.5 to 28.5. ഇനി 28.5 to 35.5. കറക്റ്റ് അല്ലേ? നോക്കിക്കേ, നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആണ്, രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്, എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ക്ലാസ് ആണ്? എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. എന്താണ്? എക്സ്ക്ലൂസീവ് ആണ്. എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കിയത്? സിമ്പിൾ ട്രിക്കാണ്. രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്, ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ്, ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ കണ്ടുപിടിച്ചു 1 കിട്ടിയത്. കിട്ടിയ 1നെ ഏത് നമ്പർ ആവട്ടെ അതിനെ എല്ലാ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 2 എത്ര കിട്ടി? 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 0.5 ആണ്. ഈ കിട്ടിയ 0.5നെ എല്ലാ ലോവർ ലിമിറ്റ്, ലോവർ ആയതുകൊണ്ട് മൈനസ് ചെയ്യുക, അപ്പർ ആയതുകൊണ്ട് ആഡ് ചെയ്യുക, അങ്ങനെ പഠിച്ചു വയ്ക്കുക. ലോവർ ആണെങ്കിൽ മൈനസ് ചെയ്യുക, അപ്പർ ആണെങ്കിൽ ആഡ് ചെയ്യുക, അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എന്ത് ചെയ്തു? എക്സ്ക്ലൂസീവ് ക്ലാസ് കിട്ടി. ഇനി ഇതിൽ നിന്നും വീണ്ടും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ക്ലാസ് നിങ്ങൾക്ക് തരും. അതിൽ ഏതാണ് ഇൻക്ലൂസീവ് ഏതാണ് എക്സ്ക്ലൂസീവ് എന്ന് കണ്ടുപിടിക്കുക. ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയും പറയും. ഇവിടെ ഒരു ചോദ്യമുണ്ട് അല്ലേ, ഇവിടെ ഏതാണ് ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്? എ ആണ് എക്സ്ക്ലൂസീവ്, ബി ആണ് ഇൻക്ലൂസീവ്. എന്തുകൊണ്ടാണ്? കണ്ടിന്യൂഷൻ ഉണ്ടോ? ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആണ്, രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്. ഇൻക്ലൂസീവ് നോക്കിക്കേ, ബി ഇൻക്ലൂസീവ് ആണ്. ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് അല്ല, രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻക്ലൂസീവ് ആണ്. ഇനി ഇതിന്റെ ഡിഫറൻസിയേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? അതായത് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് അനദർ ക്ലാസ്. അതായത് ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കൂല രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി വാല്യൂ ഓഫ് അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ക്ലാസ് ഇറ്റ് സെൽഫ്. അതായത് ഇൻക്ലൂസീവ് ക്ലാസ്സിന്റെ പ്രത്യേകതയാണ് ഈ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ടാകും. 10 നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അതായത് എക്സ്ക്ലൂസീവ് ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ഈ ക്ലാസ്സിലല്ല, രണ്ടാമത്തെ ക്ലാസ്സിലായിരിക്കും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. അതായത് 10 നമ്പർ വന്ന് നമ്മൾ ഇവിടെ അല്ല കൊടുക്കുക, ഇവിടെയാണ് കൊടുക്കുക. പക്ഷെ ഇൻക്ലൂസീവിൽ അങ്ങനെയല്ല. 10 വന്നാൽ അവിടെ തന്നെയാണ് കൊടുക്കുക. എക്സ്ക്ലൂസീവിൽ എന്ത് പറ്റും? 10 വന്നാൽ അത് രണ്ടാമതില്ല കൊടുക്കാതെ. മനസ്സിലായോ? അതൊരു ഡിഫറൻസ് ആണ്. ഇനി നോ കണ്ടിന്യൂറ്റി ഇസ് മെയിൻറ്റൈൻഡ്. ഇവിടെ കണ്ടിന്യൂറ്റി ഒന്നുമില്ല, കാരണം വേറെ വേറെ നമ്പറുകളാണ് വരുന്നത്. പക്ഷേ നമുക്ക് എക്സ്ക്ലൂസീവിൽ കണ്ടിന്യൂറ്റി ഉണ്ട്, കാരണം സെയിം നമ്പറുകളാണ് അടുത്തടുത്ത് വരുന്നത്. ഓക്കെ, ഇതാണ് ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും തമ്മിലുള്ള വ്യത്യാസം. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മിക്കപ്പോഴും 4 മാർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കും, ഉറപ്പാണ്. നോക്കിക്കുക, ഏതാണ്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ഇന്റർവൽ 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. അപ്പൊ 40 നമ്പർ ഉണ്ട്. അപ്പൊ ടോട്ടൽ ഫ്രീക്വൻസി എത്രയാ മക്കളെ? 40. ടോട്ടൽ ഫ്രീക്വൻസി 40 ആണ്. ഇനി ക്ലാസ് നമ്മളോട് എങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? 10 ക്ലാസ് ഇന്റർവൽ വെച്ചാണ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് 6 ആണ്. ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 56 ആണോ? 58 ഉണ്ട്. 58 ആണ്. അപ്പൊ നമുക്ക് 0 തൊട്ട് എടുക്കാം അല്ലേ? 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50,
50 to 60. അതുപോലെ 58 വരെയല്ലേ ഉള്ളൂ, 60 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 50 to 60 വരെ എടുത്താൽ മതി. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ നമ്പറും വെട്ടാം കേട്ടോ. നോക്കിക്കോണേ. 12ഉം 37ഉം 12ഉം 37ഉം 17ഉം 53ഉം 17ഉം 53ഉം 15ഉം 26ഉം 58 ആണ്. 58ഉം 26ഉം 21ഉം 19ഉം 21ഉം 19ഉം 37ഉം 23ഉം 37ഉം 23ഉം 8ഉം 16ഉം 8ഉം 16ഉം 43ഉം 16ഉം 43ഉം 16 നമുക്ക് 1 2 3 4 വന്ന് 5 വെട്ടലാണ്. ഇനി 30ഉം 21ഉം 30ഉം 21ഉം. ഇനി 15 അടുത്തത്. യെസ്, 50 42 50 ആണ്. 50 ഇവിടെ വരും, കാരണം ലോവർ ലിമിറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. കണ്ടോ, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല. ഈ 50 അല്ല, 50 വന്നാൽ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി 50 എത്രയായിരുന്നു? 42 ആണ്. 42 ഇവിടെ വരും. ഇനി 27ഉം 6ഉം 27ഉം 27 വെട്ടി 6 നമ്മൾ മേളിൽ എഴുതി. ഇനി നമുക്ക് 42ഉം 56ഉം 42ഉം 56ഉം 47ഉം 32ഉം 47ഉം 32ഉം. ഇനി 47ഉം 33ഉം 47 ഇവിടെ വരും, 47 ഇവിടെ വരും, 33 മുകളിൽ വരും. നമ്മൾ വീണ്ടും വെട്ടി. ഇനി 12ഉം 25ഉം 12ഉം 25ഉം 10ഉം 37ഉം 10 ഇവിടെ വരും, 37 ഇവിടെ വരും. 6ഉം 18ഉം 6ഉം 18ഉം 42ഉം 36ഉം 42 ഇനി 36 ഇവിടെ വരും. ഓക്കെ. ഇനി 11ഉം 50ഉം 11ഉം 50ഉം വെട്ടി. 32ഉം 41ഉം 32 41 52 എവിടെ വരും? ഇവിടെ വരും. ഓക്കെ. ഇനി ടോട്ടൽ നമുക്ക് എഴുതാം. ഫ്രീക്വൻസി 3 5 5 10 5 1 6 5 3 8 5 2 7 5 1 6. നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. 40 കിട്ടുന്നത് നോക്കാം. കിട്ടണം കേട്ടോ. അപ്പം നമുക്ക് സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോകും. നിങ്ങൾ സമാധാനത്തോടെ ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. 10ഉം 6ഉം 16 7 3 10 16ഉം 10ഉം 26 26ഉം 6ഉം 26ഉം 6ഉം 32 8ഉം 40. കറക്റ്റാണ്. കറക്റ്റ് നമുക്ക് കിട്ടി. എണ്ണുമ്പം കൃത്യമായിട്ട് നോക്കുക. ചിലപ്പോൾ എണ്ണുന്നതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെയ്ത ഫുൾ തെറ്റാണെന്ന്. അപ്പോൾ നിങ്ങൾ ഫുൾ മായ്ക്കും. അതിൻ്റെ ആവശ്യമില്ല. ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുക. മിസ് ഇപ്പോൾ മനക്കണക്ക് ചെയ്താണ്. അതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഓർഗനൈസേഷൻ ഡേറ്റ് ഷുവറായിട്ട് ചോദിക്കുന്നത് ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതല്ലാതെ MCQ ഒക്കെ പഠിക്കുക. നമ്മൾ ഷോർട്ടായിട്ടും അടുത്ത വീഡിയോ ആയിട്ടും ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.